വീട്ടിൽ കുടുംബാംഗത്തെ പോലെയായിരുന്ന ഓമനമൃഗം വിസ്കി കുട്ടപ്പായി എന്ന നായ വിട്ടുപിരിഞ്ഞപ്പോൾ അന്ത്യകർമ്മം മാത്രമല്ല സഞ്ചയനവും നടത്തി നിത്യശാന്തിയാവുകയായിരുന്നു കൊല്ലം സ്വദേശി സോമരാജനും കുടുംബവും. 8-ാം തീയതി 3:30-ക്കായിരുന്നു ഇവരുടെ കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ട, അവരെ മകനെ പോലെ കരുതിയിരുന്ന, സ്നേഹിച്ചിരുന്ന ബിസ്കി എന്ന് പറയുന്ന കുട്ടപ്പായി. ആ കുട്ടപ്പായി മരിച്ചത് കഴിഞ്ഞിട്ട് ഇന്ന് 5. ഈ 5-ാം ദിവസത്തിൽ ഒരു സഞ്ചയനമായിരുന്നു. അതിൻ്റെ ആ സെറിമണിയാണ് നടക്കുന്നത്. പഗ്ഗിനത്തിൽപ്പെട്ട നായ 11 വർഷങ്ങൾക്ക് മുമ്പ് 45 ദിവസം പ്രായമുള്ളപ്പോൾ സോമരാജൻ്റെ മകൻ വൈശാഖ് എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്നു. ഇപ്പോൾ അവൻ അവരുടെ കുടുംബാംഗമായി. അവരവന് ബിസ്കി എന്ന് പേരിട്ടു. പിന്നീട് കുട്ടപ്പായി എന്ന് തങ്ങളുടെ ഓമനയെ പേരിട്ട് വിളിച്ചു. കുട്ടപ്പായിക്ക് സോമരാജൻ പിതാവ്, രജിത അമ്മയെപ്പോലെ, നിള കുട്ടപ്പായിക്ക് സഹോദരിയെപ്പോലെയും. വിശ്വസിക്കാനാകാത്ത വിധമായിരുന്നു കുട്ടപ്പായി. കഴിഞ്ഞ 8-ന് ഒരു ശ്വാസം മുട്ടൽ. സ്ഥിരം ഡോക്ടറെ വിളിച്ചു മരുന്ന് നൽകി. ഉച്ചയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. കഴിച്ചതിന് ശേഷം തലതാഴ്ത്തി കിടന്നു. പിന്നെ കണ്ണു തുറന്നില്ല. പ്രായാധിക്യം കൊണ്ടുള്ള ഹൃദയാഘാതമായിരുന്നു മരണകാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പെട്ടിയിലായിരുന്നു അടക്കം. സഞ്ചയനം ആചാരപൂർവ്വം നടത്തി. 16 കഴിഞ്ഞാൽ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ സന്നിധിയിൽ കുട്ടപ്പായ്ക്കായി ഒരു വെള്ളി രൂപം സമർപ്പിക്കാനാണ് സോമരാജന്റെ കുടുംബത്തിന്റെ തീരുമാനം. കഴിഞ്ഞ 11 വർഷത്തിന് മുമ്പാണ് കുട്ടപ്പായി എന്ന പേരിൽ ഞാൻ തന്നെയാണ് മോന് പേരിട്ടത്. ഇതിനെ ഞങ്ങളൊരു മനുഷ്യക്കുട്ടിയായിട്ട് തന്നെയാണ് അന്നും ഇന്നും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടപ്പായിയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇന്നും അവൻ നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ വീണ്ടും ഞങ്ങൾക്ക് പുനർജന്മം ചെയ്ത് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരു വെള്ളി വിഗ്രഹം ചെയ്യാനായിട്ടുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇന്നിപ്പം പൂജാകർമ്മം ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന തേങ്ങയും മറ്റ് പൂജാപുഷ്പങ്ങളുമായി ഇത് കിട്ടിയാൽ ഉടനെ ഞങ്ങൾ പോയി കർമ്മങ്ങൾ നടത്തുന്നതായിരിക്കും. കുട്ടപ്പായി തനിക്ക് 2ാമത്തെ മകനായിരുന്നുവെന്ന് രചിത. മോനായിരുന്നു, അതിനപ്പുറത്തോട്ട് പറയാനൊന്നുമില്ല. എൻ്റെ ഇളയ മോനായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. വളർത്തിയതും അങ്ങനെ തന്നെയാണ്. വാശിയും സ്നേഹവും കുസൃതിയും വാത്സല്യവും കുട്ടപ്പായി ആവോളം പകർന്നുവെന്ന് നിളയുടെ സാക്ഷ്യം. ബ്രദർ എന്നാണ് വിളിക്കുക. എനിക്കൊരു യങ്ങർ സിബ്ലിംഗ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെനിക്ക് 100% അവൻ്റെ ഇത് ഈ കുടുംബത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ഈ നില പാലസിൽ ഇവിടെയുള്ള മുഴുവനും ജീവനക്കാരും എല്ലാവരുടെയും കണ്ണിലുണ്ണി ആയിരുന്നു ഇവരുടെ ഓമന മൃഗം കൂടിയായിരുന്ന ഈ പ്രിയപ്പെട്ട ബിസ്കി എന്ന് പറയുന്ന കുട്ടപ്പായി. കുട്ടപ്പായിക്ക് ഇനി ഇവിടെ ഒരു കല്ലറ വരും. ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.